നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന KPSCയുടെ നാടകമുണ്ട്. എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ തുടക്കകാലത്ത് വിദ്യാർത്ഥി കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്നില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടും CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളോടും വലിയ തോതിലുള്ള ബഹുമാനത്തോടു കൂടിയ ആരാധന ഉണ്ടായിരുന്ന ഒരാളാണ് കോൺഗ്രസ് ആയിരിക്കുമ്പോഴും. അങ്ങനെ ഒരാളെ ഇന്ന് ഏതെങ്കിലും ഒരു സഖാവ് പോലും പ്രിയപ്പെട്ട ഒന്നായി തോന്നാത്ത രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ടുണ്ട് എങ്കിൽ, എന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി TP ചന്ദ്രശേഖരനോട് നടത്തിയ അരും കൊലയാണ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡൽഹിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് TP ചന്ദ്രശേഖരൻ്റെ ദാരുണമായ കൊലപാതകം ഉണ്ടാകുന്നത്. അതിനു മുൻപ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നേരിട്ട് കണ്ടിട്ടോ മിണ്ടിയിട്ടോ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു TP ചന്ദ്രശേഖരൻ. എന്നിരുന്നാൽ പോലും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വലിയ ആരാധന കലർന്ന ബഹുമാനം കൊണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് രൂപപ്പെട്ടുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ രൂപപ്പെട്ടുകൊണ്ടിരുന്ന റിവിഷനിസ്റ്റ് ചിന്തകളെയൊക്കെ വളരെ അടുത്ത് നിന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഷൊർണൂരെ മുരളിയേട്ടൻ്റെയും ഉഞ്ചിയത്തെ വേണുവേട്ടൻ്റെയും അതുപോലെ തന്നെ TPയുടെയും രമേശിയുടെയും ഒക്കെ പേരുകൾ ഇങ്ങനെ പത്രത്തിലും മാസികകളിലും വന്ന് ലഭിക്കുന്ന രാഷ്ട്രീയ ലേഖനങ്ങളിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വായിച്ച് ശീലിച്ച് പരിചയമുള്ള ആളുകളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരികയും തൊട്ടടുത്ത ദിവസം വന്ന പത്രത്തിൽ, ആ പത്രത്തിനകത്ത് TP ചന്ദ്രശേഖരൻ്റേതായി വന്ന ചിത്രവും, അതിനുശേഷം അന്ന് സമൂഹ മാധ്യമങ്ങളൊന്നും ഇത്ര കണ്ട് പ്രചാരത്തിലുള്ള സമയമല്ല എങ്കിലും ആ വന്ന ചിത്രമൊക്കെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ എത്രമാത്രം ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപാട് ദിവസങ്ങളിൽ, ഒരല്പം പോലും അതിശയോക്തിയോ ഒരല്പം പോലും ആലങ്കാരികതയോ ഇല്ലാതെ പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളിൽ എൻ്റെ ഉറക്കത്തെ ഭീതിപ്പെടുത്തുന്ന ഒന്നായി TP ചന്ദ്രശേഖരൻ്റെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. ചില ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ TP ചന്ദ്രശേഖരൻ്റെ വിഷയമാണെങ്കിൽ എത്ര സമയമില്ലാത്ത സമയത്തും ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പലപ്പോഴും പറയാറുണ്ട്. TPയുടെ വിഷയത്തിലൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഈ അടുത്തും TPയുടെ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം എനിക്കെതിരായിട്ട് വലിയ തോതിൽ CPMൻ്റെ സൈബർ ലിഞ്ചിങ് ഉണ്ടായി. കാരണം ഞാൻ ഉപയോഗിച്ച ചില വാക്കുകൾ, ചില ഭാഷ അവർക്ക് താല്പര്യമില്ലാത്തതാണ്. TPയെ പറ്റി പറയുമ്പോൾ ആ ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ ഭാഷ കടുത്തതാകുവാൻ, എൻ്റെ ഭാഷയിൽ ഒരു അല്പം പോലും അലിവും അനുകമ്പയും ഇല്ലാതാകുവാനുള്ള കാരണം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ആ കൊലപാതകം എന്നെ എത്രമാത്രം ആഴത്തിൽ ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്.